ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശത്രുത പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ഇതിലേക്ക് ഇസ്രായേൽ കൂടി ചേർന്നതോടെ മധ്യപൂർവേഷ്യയിലെ സ്ഥിതി കൂടുതൽ സങ്കീർണമായി. ഇറാനിയൻ ആണവ പ്രശ്നം, അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സ്വാധീനം എന്നിവയെല്ലാം ഇതിനു പിന്നിലുണ്ട്. തങ്ങളുടെ നിലനിൽപ്പിന് ഇറാൻ ഭീഷണിയാണെന്ന് കരുതുന്ന ഇസ്രായേൽ അമേരിക്കയുമായി ചേർന്ന് പലപ്പോഴും ഇറാനെതിരെ നിലപാടെടുക്കുന്നു. ഈ മൂന്ന് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ സൈനിക നീക്കങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയെയും സുരക്ഷയെയും ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ ആഗോള ശ്രദ്ധയാകർഷിക്കുന്നു. ഇവിടെയാണ് ഇന്ത്യയുടെ നിലപാട് പ്രസക്തമാവുന്നത്. ഈ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് സ്ട്രാറ്റജിക് ഓട്ടോണോമി എന്ന നയമാണ്. അതായത് എല്ലാ രാജ്യങ്ങളുമായി നല്ല ബന്ധം. ഇന്ത്യക്ക് അമേരിക്കയുമായി സൈനികവും സാമ്പത്തികവുമായ ബന്ധമുണ്ട്. ഇസ്രായേലുമായുള്ള പ്രതിരോധ സഹകരണം ശക്തമാണ്. അതേസമയം ഇറാനുമായി ചരിത്രപരമായ ബന്ധവും നിലവിൽ ഊർജ വ്യാപാര ബന്ധവുമുണ്ട്. ഏതെങ്കിലും ഒരു പക്ഷം തിരഞ്ഞെടുക്കുന്നത് ഈ ബന്ധങ്ങളെ ബാധിച്ചേക്കാം. അതുകൊണ്ട് ഇന്ത്യ ബാലൻസ് ചെയ്യുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും ഇന്ത്യ ഇതേ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചത്. ആയതിനാൽ ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ സ്വീകാര്യനായ നേതാവാണ് മോദി. അതുപോലെ തന്നെ ഈ വിഷയത്തിലും ഇസ്രായേലും ഇറാനും ഒരേപോലെ സ്വീകാര്യനായ വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഇത് ട്രംപ് അടക്കമുള്ള മറ്റു ലോക നേതാക്കൾ അസൂയയോടെ നോക്കിക്കാണുന്ന ഒന്നാണ്.